Watch India's largest kids library only on Jio Hotstar. Download the app now. ഞാനാ സ്മാർട്ടി നീയോ? അതെ ഞാൻ തന്നെ. ഞാൻ വേറെ സ്കൂളായിരുന്നപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന വലിയ പിള്ളേർ എന്നെ കണ്ട് പേടിച്ച് വിറച്ചിരുന്നു കേട്ടോ. നീ എന്നെ സാധാരണയായിട്ട് കണക്കിടരുത്. സ്മാർട്ടി, നീ എത്രയൊക്കെ സ്മാർട്ടായാലും ശരി ഇവിടത്തെ ശിവയായിട്ട് നിനക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഏറ്റുമുട്ടിയാൽ നിന്റെ തലയിലെ മുടിയും കയ്യും കാലും ഒക്കെ വേറെ കിടക്കും. മനസ്സിലായ? നീ വേണമെങ്കിൽ അങ്ങോട്ട് നോക്കട്ടെ, ശിവ വരുന്നുണ്ട്. അതാണ് ശിവ. ആണോ? എന്നാ പിന്നെ കണ്ടോ മോനെ എന്റെ കളി. പാമ്പ്. നീ എന്താ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാന്നറിയില്ലേ? ഇങ്ങനെ ആരെയും ശല്യപ്പെടുത്തരുത്. അങ്ങനെ തന്നെ ഞാൻ ചെയ്യും. നീ എന്നെ എന്താ ചെയ്യാൻ പോകുന്ന? ഞാൻ ആരാന്നറിയാമോ? ബ്ലാക്ക് ബെൽറ്റ് ആണ്, ബ്ലാക്ക് ബെൽറ്റ്. കൊള്ളാലോ. അപ്പൊ നിനക്ക് കുങ്ഫു കരാട്ടെ ഒക്കെ അറിയാലേ? ഇപ്പൊ തന്നെ ശരിയാക്കി തരാം മോനെ. നീ തോറ്റു പോകുന്നോ എനിക്ക് തോന്നുന്നത്. മാറി നിക്കടാ അങ്ങോട്ട്. ഞാൻ പറയുന്ന കേട്ടില്ലേ? നിർത്ത്, മതിയാക്ക്. ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. കുട്ടികളെ, ഈ പീരീഡ് നിങ്ങൾക്ക് ഫ്രീ ആണ്. എനിക്കൊരു കോൺഫറൻസിന് പോകേണ്ടതുണ്ട്. ആരും ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കരുത്. ശിവ, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം കേട്ടോ. വാടാ, നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. ഇന്ന് സാറ് വന്നത് കൊണ്ടാ ശിവ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അറിയാലോ നിങ്ങൾക്ക്. ചിരിക്കരുത്, മര്യാദക്ക് നടക്ക്. അല്ല അതെന്താ ഇതെന്തിനാ പൂട്ടിയിരിക്കുന്നെ? അത് തുറക്കാറേ ഇല്ല. അതിനകത്ത് പാമ്പുണ്ടെന്ന് എല്ലാരും പറയാറ്. പാമ്പോ? പ്രിൻസിപ്പൾ ഇതിന്റെ അകത്ത് എന്തേലും ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. പുറത്താരും അറിയാണ്ടിരിക്കാനാ. ഞാനിത് ഇപ്പൊ തന്നെ തുറന്നു നോക്കും. എന്റെ അടുത്ത് കള്ളത്താക്കോലൊക്കെ ഉണ്ട്. പാമ്പ് പാമ്പ് പാമ്പ്, ആരെങ്കിലും വന്ന് രക്ഷിക്കോ, ഇവിടെ പാമ്പുണ്ട്. ഇവൻ വെറുതെ പാമ്പ് പാമ്പ് എന്ന് വെച്ച് പെൺപിള്ളേരെ പേടിപ്പിക്കുന്നോണ്ട് നമ്മളെ പേടിപ്പിക്കാന്ന് വിചാരിച്ചു. നമ്മള് പേടിക്കില്ലല്ലോ. വേടാ, നമുക്ക് പോവാം. അവൻ ഒരു മണ്ടനാ. അല്ല, പെൺപിള്ളേരെ പേടിപ്പിക്കാനായിട്ട് അവന് കഴിയുമായിരിക്കും. നമ്മളെ പറ്റൂല. ഓടി വരണേ, ഓടി വരണേ, ഇതിനകത്ത് പാമ്പുണ്ട്. ഓടി വരണേ. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്റെ പുറകെ പാമ്പ് വരുന്നേ. രക്ഷിക്കൂ. പാമ്പ് പാമ്പ് പാമ്പ്, എന്റെ പുറകെ പാമ്പ്. ആരെങ്കിലും സഹായിക്കൂ. പാമ്പ്, ഇവിടെ പാമ്പുണ്ട്. ആരെങ്കിലും രക്ഷിക്കേ. പാമ്പ്, ആരെങ്കിലും രക്ഷിക്കേ. പാമ്പ് പാമ്പ് പാമ്പ്, എന്റെ പുറകെ പാമ്പ്.
താങ്ക് യു ശിവ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഇല്ലെങ്കിൽ ആ പാമ്പനെ കുത്തിയേനെ. എല്ലാവരെയും മണ്ടന്മാരാക്കുന്ന പരിപാടി നിർത്ത്. നിന്റെ ഇപ്പോഴത്തെ ഈ അഭ്യാസത്തിൽ നീ തന്നെയാണ് കുടുങ്ങിയത്. ഞാൻ ആരും മണ്ടന്മാരാക്കിയതല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. എന്താ ഇവിടെ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ സത്യമാണ് സാർ പറയുന്നത്. ആ അടച്ചിരുന്ന റൂമിൽ ഉള്ളിൽ പാമ്പുണ്ട് സാർ. നിന്നോട് ആര് പറഞ്ഞു ആ മുറി തുറക്കാൻ? ഇല്ല, ഞാൻ കീഹോളിലൂടെ നോക്കിയതാ. അപ്പോ അകത്ത് ഞാനൊരു വലിയ പാമ്പ് കണ്ടു. നീ പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് എല്ലാവരും പേടിപ്പിക്കുന്നതായിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടി. ഇനി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നാളെ വിളിപ്പിക്കും, മനസ്സിലായല്ലോ? ഞാൻ മോളിൽ ചെന്ന് റൂം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ശിവ, നീ എന്നെ രക്ഷിച്ചു. ഞാൻ നിന്നോട് ഒരിക്കലും നുണ പറയില്ല. അതിനകത്ത് പാമ്പുണ്ട്. ഓ അങ്ങനെയാണോ? ശരി, നീ ഇപ്പൊ പൊക്കോ. നമുക്ക് പോയി നോക്കാം അകത്ത് എന്താന്ന്. അല്ല, ഈ റോബോട്ട് ബീനെ കാണുന്നില്ലല്ലോ. അതിന്റെ അകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ശരി, ഒന്ന് നോക്കിക്കളയാം. അല്ല, എന്റെ റോബോട്ട് ബി പെട്ടെന്നാണ് കാണാതായത്. നല്ല രീതിയിലാണ് അത് അകത്തോട്ട് പോയത്. അവിടെ ഇരുട്ടായിരുന്നു, ശരിക്കും ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് കാണാതായി. നീ ഇത് പറഞ്ഞപ്പോഴാ എനിക്ക് എന്നെ ഒരു കാര്യം ഓർമ്മ വന്നേ. എനിക്ക് നാട്ടിലൊരു കിളി ഉണ്ടായിരുന്നു. അത് ഒരു ദിവസം കുറച്ച് പൂക്കളുടെ മുകളിൽ പറക്കുന്നുണ്ടായി. പെട്ടെന്ന് ഒരു മാളത്തിൽ നിന്ന് പാമ്പ് വന്നിട്ട് ആ ചെടിച്ചട്ടിയുടെ പുറകെ കൂടി പോയിട്ട് ആ കിളീനെ പെട്ടെന്ന് പിടിച്ച് വിഴുങ്ങി. മാളത്തിൽ നിന്ന് പുറത്തു വന്നോ? എന്റെ ഇന്റലിജന്റ് കൂട്ടുകാരാ, ഞങ്ങളുടെ പ്രശ്നം നീ ഇല്ലാതാക്കി. ഞാൻ അല്ലല്ലോ കുട്ടിക്കാലം മുതൽക്ക് ഇന്റലിജന്റാ. പക്ഷേ ഒരിക്കലും അഹങ്കാരം ഇല്ലട്ടാ. പക്ഷേ ഒരു കാര്യം പറഞ്ഞ് ഞാനെങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ഓ, അപ്പൊ അതിന്റെ അർത്ഥം അവിടെ പാമ്പുണ്ടെന്ന്. അപ്പോ ആ പാമ്പായിരിക്കും റോബോട്ട് ബീനെ മാറ്റിയത്. എനിക്ക് അന്വേഷിക്കണം. ഈ കാര്യം ലഡു സിംഗ് സാറിനെ അറിയിക്കണം. പുള്ളി ചെന്ന് നോക്കിക്കോളൂ. തനിക്കൊരു കാര്യം അറിയോ? പാമ്പുകളുള്ള സ്ഥലത്തെ കുറെ നിധി ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചിലപ്പോ സത്യമായിരിക്കും. അവിടെ ശരിക്കും പാമ്പ് ഉണ്ടെങ്കിൽ താഴെ നിധി കാണാനും സാധ്യതയുണ്ട്. എന്നാ പിന്നെ ആ സ്കൂൾ അങ്ങ് കൈക്കലാക്കി കുഴിച്ചു നോക്കാം. എന്തേ, ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ കോടീശ്വരന്മാരാകുമെന്നേ. എന്നാ ശരി, വാതില് തുറന്നോളൂ. ശിവ പറഞ്ഞു ഈ മുറിക്കകത്തൊരു വലിയ പാമ്പുണ്ടെന്ന്. പക്ഷേ എനിക്ക് അതൊന്നും വലിയ വിശ്വാസമില്ല. നോ 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 സാറേ, ഇതിനകത്ത് പാമ്പുണ്ടെന്നാ ഞാൻ കേട്ടത്. അതുകൊണ്ട് ഇന്നേ വരെ ഞാൻ ഈ മുറി തുറന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ മുറി തുറന്നു കേട്ടോ. ഞാൻ പക്ഷെ ഇതിനകത്തൊന്നും കണ്ടില്ല. വേണമെങ്കിൽ ഞാനിപ്പോ തുറന്നു കാണിച്ചു തരാം. അതെ, ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ ഒരു പാമ്പിനെ കാണുകയാണെങ്കിൽ അതിനോട് ലഡ്ഡു സിംഗ് എന്ന പേര് പറഞ്ഞാൽ അപ്പൊ തന്നെ ഓടിക്കളയും. പേടിക്കണ്ട, നിങ്ങള് പേടിക്കണ്ടെന്നേ. ഓപ്പൺ ദ ഡോർ. ഞാൻ വീണല്ലോ. എന്ത്, ഇത്രയും വലിയൊരു പാമ്പോ? എന്റെ അമ്മോ, ഓടിക്കോ. ഇവിടെ ഒരു പാമ്പുണ്ട്. എന്താ അത്? അവിടെയും പാമ്പ്, ഇവിടെയും പാമ്പ്. വേണ്ട, ഓടിക്കോ. വീണ്ടും പാമ്പ്, ഓടിക്കോ. പാമ്പ് വന്നു, ഓടിക്കോ. എല്ലാരും ഓടിക്കോ. എന്നൊന്ന് രക്ഷിക്കേ. മാറ്, ഞാനൊന്ന് ഓടിപ്പോട്ടെ. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഹലോ, വന്നേക്കൂ. ലഡു സിംഗ് സാറേ, എന്താ പറ്റിയത്? സാറിന്റെ മൂക്കത്ത് എത്ര വീർത്തിരിക്കുന്നേ? ശിവ, അവിടെ പാമ്പുണ്ട്. ഭയങ്കര വലിയ പാമ്പാണത്. എന്നെക്കാളും നീളമുള്ളതാ. അതെന്നെ മൂക്കില് കൊത്തി. ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഒരു ഇഞ്ചക്ഷൻ ഇട്ടേച്ച് വന്നേക്കാം. ഓക്കേ. ക്ലാസ് വിട്ടെല്ലാരും പൊക്കോ, വേഗം ഓടിക്കോ. നിർത്ത്. ആരാ ക്ലാസ് വിടാൻ പറഞ്ഞത്? സ്കൂളിൽ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട്, അതുകൊണ്ട് ക്ലാസ് വേഗം വിട്ടതാ. മര്യാദയ്ക്ക് അനൗൺസ് ചെയ്തോ സ്കൂളിൽ പണി നടക്കുകയാണെന്ന്. ഇല്ലെങ്കിൽ തന്നെ കൊന്നളയും. ഇപ്പൊ തന്നെ ഞാൻ ചെയ്തേക്കാം. എന്നെ ഒന്നും ചെയ്യല്ലേ.
ഏയ് വാ 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 ഓടി വന്നേ. ആ കുട്ടികളെ സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് കുറച്ച് ദിവസത്തേക്ക് സ്കൂൾ പൂട്ടിയിടുകയാണ്. ശിവ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ഞാൻ നിന്നെ അർജന്റ് മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചിരുന്നു. ഇനി വരണ്ട കേട്ടോ, കാരണം ഇനി എനിക്ക് സ്കൂൾ തുറക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. സാർ എന്താ എന്റെ പേര് മാത്രം വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തോ കുഴപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നും പുള്ളി വിഷമത്തിലാണെന്ന് അറിയാം. ശിവ, ഇത്രയും പെട്ടെന്ന് ആ ഡിഗിങ് മെഷീൻ എന്താ അകത്തേക്ക് പോകുന്നത്? അങ്ങനെ എന്ത് റിപ്പയർ ഇതിനകത്തുള്ളത്? അകത്തെന്താ അന്യായം നടക്കുന്ന തോന്നുന്നേ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? കുട്ടി, അകത്തേക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ഇപ്പൊ നമുക്ക് തിരിച്ചു പോകുന്നതാ നല്ലത്. വാ, വെറുതെ വഴക്കിടണ്ട. ഞാൻ പറയുന്ന കേക്ക്. ശിവ വാ, വരാനാ പറഞ്ഞേ. നമുക്ക് ലഡ്ഡു സിംഗ് ആയിട്ട് വരാം. ലഡു സിംഗ് സാറേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വന്നോ? അതെ ശിവ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ എനിക്കൊരു ഇഞ്ചക്ഷൻ ചെയ്തു. എന്നാ ശരി ലഡു സിംഗ് സാർ, എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് വരാൻ നോക്കൂ. ഇവിടെ ഒരു പ്രോബ്ലമായി. ശരി ശിവ, ഞാൻ ഇപ്പൊ തന്നെ വന്നോളാം. എന്ത് പറ്റി ശിവ? ആ പാമ്പിനെ പിടിക്കാൻ പറ്റിയോ ഇല്ലയോ? ലഡു സിംഗ് സാർ, അകത്തേക്ക് ചെല്ലൂ. പ്രിൻസിപ്പൽ സാറിനെ അവര് കെട്ടിയിട്ടിരിക്ക. അവരെ കയ്യിലൊക്കെ ഗണ്ണുണ്ട്. സാർ അവരെ ചെന്ന് അറസ്റ്റ് ചെയ്യ്. അങ്ങനെയാണോ കാര്യം? പക്ഷേ ആ പാമ്പുണ്ടല്ലോ അവിടെ. അവരെ കയ്യിൽ ഗണ്ണുണ്ടതേ, അതിന്റെ ഇടയ്ക്ക് പാമ്പ് എങ്ങനെ വരാനാ? പാമ്പ് ഇല്ലെന്നോ? എന്നാ പിന്നെ ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു വരാം. അവരെ അറസ്റ്റ് ചെയ്യട്ടെ. ലഡ്ഡു സിംഗ് എന്ന പേര് വെറുതെ അല്ല ഫേമസ് ആയത്. നമസ്കാരം. നടന്നോളൂ. പ്രിൻസിപ്പൽ സാറേ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇവരെ അറസ്റ്റ് ചെയ്യൂ. ഇവരെന്തൊക്കെയോ ഇവിടെ ചെയ്യുന്നുണ്ട്. ലഡ്ഡു സിംഗ് സാറ് എന്തായാലും ഇങ്ങോട്ട് നേരിട്ട് വന്നതിൽ നന്നായി. ഞാൻ എത്ര പറഞ്ഞിട്ട് ഇങ്ങേർക്ക് മനസ്സിലാകുന്നില്ല. ഏയ്, നിങ്ങൾ ഈ ലഡ്ഡു സിംഗ് സാറിനെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടുത്തെ പണി എന്താണെന്നൊന്ന് കാണിച്ചു കൊടുക്ക്. വേഗം ചെല്ല്. ശരി ശരി, ഞാൻ പോയി നോക്കട്ടെ. ഇനി എന്തിനാ എന്നെ വലിച്ചോണ്ട് പോകുന്നേ? ലഡ്ഡു സിംഗ് സാറിന് കാര്യം പിടികെട്ടി കാണുമല്ലോ. മനസ്സിലായി എനിക്ക്. ഇങ്ങനെ ഇടിച്ച എങ്ങനെ മനസ്സിലാവാണ്ടിരിക്കുക? ഇപ്പൊ എനിക്ക് എല്ലാം നന്നായിട്ട് മനസ്സിലായി. അത് കൊള്ളാലോ. നിങ്ങളെപ്പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇൻസ്പെക്ടർമാരെയാണ് വേണ്ടത്. എഴുന്നേക്ക്, എന്നിട്ട് നേരെ നിൽക്ക്. എന്റെ മുട്ടുകാല് വേദനിക്കുന്നു. അവന്മാര് ചെരുക്കിട്ട് പെരുമാറി. എന്നിട്ട് എന്നോടാണോ എന്നിട്ട് നിൽക്കാൻ പറയുന്നത്? ഇങ്ങോട്ട് തിരിയാൻ. തിരിച്ചു പോകുമ്പോ 50 കിലോമീറ്റർ മാർച്ച് ചെയ്ത് വേണം താൻ പോവാൻ. 50 കിലോമീറ്റർ ദൂരെ ചെന്നതിന് ശേഷം മാത്രം നിന്നാ മതി. എന്തായാലും ഇത് നന്നായി. ഞാനിങ്ങനെ മാർച്ച് ചെയ്ത് ചിരിച്ചോണ്ട് തന്നെ പോകും. ഇത് ഏതായാലും വളരെ നന്നായി. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. എടുത്തോണ്ട് തിരിയൂ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലഡു സിംഗ് സാർ, എന്താ റൈറ്റ്. പറ്റിയത്? ഇങ്ങനെ ചിരിച്ചോണ്ട് തന്നെ 50 കിലോമീറ്റർ ദൂരെ വരെ ഞാൻ നടക്കണം ശിവ. അതും മാർച്ച് ചെയ്ത്. അതെ ശിവ. 50 കിലോമീറ്റർ അല്ല, 50 മീറ്റർ ആയിരിക്കും. അതിപ്പോ ആയല്ലോ ലഡു സിംഗ് സാറേ. ഓഹോ, അങ്ങനെയാണോ? താങ്ക് യു വെരി മച്ച് ശിവ. അവന്മാര് ശരിക്കും ഇടിച്ചു. ഒരുപാട് ഇടിച്ചു എന്നെ. ഓ, അപ്പൊ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. നിന്നോടാരോ അകത്തേക്ക് വരാൻ പറഞ്ഞേ?
ഇവരെയൊക്കെ കെട്ടിയിട്. അതിനുള്ളിൽ ഞാൻ വരാം. കിട്ടിപ്പോയി, കിട്ടിപ്പോയി, നിധി നമുക്ക് കിട്ടിപ്പോയി. ഇവിടെ ഗുഹയുണ്ട്. ഞാൻ വലിയ കോടീശ്വരനായി, ഞാൻ അത് കോടീശ്വരനായി. അങ്ങനല്ല, കോടീശ്വരനായിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. എന്താ കേട്ടോ, ഇതിന് സ്കൂളിന്റെ അവകാശവും ഉണ്ട്. ഏ, ഈ കുട്ടി എങ്ങനെ ഇങ്ങോട്ട് വന്നേ? കുട്ടിയെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എല്ലാരും ചേർന്ന് അവരെ അങ്ങ് ഇല്ലാതാക്ക്. ലഡു സിംഗ് സാറെ വേഗം എണീക്ക്. വേണ്ട വേണ്ട, ഞാൻ ലെഫ്റ്റ് റൈറ്റ് അടിച്ചോളാം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് റൈറ്റ്. ഞങ്ങൾ ഈ പാമ്പിനെ കൊണ്ടുപോയി കാട്ടിൽ വിട്ടേക്കും. ഈ ചെല്ല് ലോക്കപ്പിലേക്ക്. അവിടെ ചെന്ന് എന്നും 50 കിലോമീറ്റർ ദൂരം വരെ ചിരിച്ചുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് മാർച്ച് ചെയ്യണം. മനസ്സിലായല്ലോ? ചിരിച്ചുകൊണ്ട്. ചിരിക്ക്, ചിരിക്കാനല്ല പറഞ്ഞേ. നടക്ക്, നടക്കാൻ. നടക്കില്ല. Watch India's largest kids library only on Geo Hotstar. Download the app now.